അപ്പോൾ ഹലോ ഗൈസ്, ഇത് എബിനാണ്. അപ്പം ഞാൻ ഇപ്പോൾ നമ്മൾ ഫാമിലി നമ്മളൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയത് ഇപ്പോൾ കോഴിക്കോടിലാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ചൂടെന്ന് വെച്ചാൽ അമ്മാതിരി ചൂട്. ഇപ്പോൾ കാറിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ചൂട് അറിയണില്ലേ. സോ ഇവിടെ ഇങ്ങനെ കാണുന്നല്ലേ മൊത്തം കടകൾ ഇങ്ങനെ തുറന്നിരിക്കുക, ആൾക്കാർ ഇങ്ങനെ പുറത്ത് മുഴുവൻ കറങ്ങലും അതൊക്കെ ഇവിടെ കാണാം മൊത്തം. സോ അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ആ വഴിക്കോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാലിക്കറ്റിലുള്ള ഫോക്കസ് മാളിലാണ്. സോ ഇങ്ങനെ ഔട്ടിങ്ങിൽ ഒന്ന് ഇറങ്ങിയതാണ്. പിള്ളേരുടെ എക്സൈറ്റ്മെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതേ ഈ കുഞ്ഞാട്ടിയുടെ ചാട്ടം കൂടി കാണണം ഗൈസ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. അത് ഏറ്റവും വലിയ സ്ഥലം. അപ്പൊ അതങ്ങനെ അപ്പോൾ ഗൈസ്, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എം ഗ്രിൽ റെസ്റ്റോറൻ്റ് ആണ്. ഫോക്കസ് മാളിൻ്റെ ഉള്ളിലാണ്, കാലിക്കറ്റ് ഫോക്കസ് മാളിൻ്റെ ഉള്ളിൽ ഫുഡ് കോർട്ടിൻ്റെ അവിടെയുള്ള എം ഗ്രിൽ റെസ്റ്റോറൻ്റ് ഉള്ളിലാണ്. വേൾഡിൽ തന്നെ 7th നമ്പറിലെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണിത്. സോ അപ്പോൾ എം ഗ്രിൽ റെസ്റ്റോറൻറ്റിലാണ്. സോ ഇതൊരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ആണ്. ആൻഡ് ഇവിടുത്തെ ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ പോഷ് ഡൈനിങ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ബീഫ് സ്റ്റീക്ക്, ചിക്കൻ സ്റ്റീക്ക്, പിന്നെ മലബാർ ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ മോമോസ്, അതൊക്കെ ഭയങ്കര പോപ്പുലർ. ഇവിടുത്തെ മെനുവിൽ പെട്ട ഏറ്റവും പോപ്പുലർ ഡിഷസ് ആണ്. അതൊക്കെ നിങ്ങളിവിടെ വന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചുറ്റും കാണാം, ഇവിടെ ടേബിളൊക്കെ എത്ര അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫാമിലി കപ്പിളായിട്ടുള്ളവരൊക്കെ വരേണ്ട ഒരു സ്ഥലമാണ്. സോ ഇവിടുത്തെ ഒരു ഫുഡ് നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. നല്ലൊരു ഡൈനിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. സോ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് കാലിക്കറ്റ് ഫോക്കസ് മാളിൻ്റെ ഉള്ളിൽ ഫുഡ് കോർട്ടിലുള്ള എം ഗ്രിൽ റെസ്റ്റോറൻറ്റിലാണ്. സോ ഇവിടെ നിങ്ങൾ വരണം, ഫുഡ് കഴിക്കണം. ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, ഇവിടെ വളരെ അടിപൊളിയാണ്. നമ്മുടെ മുമ്പിൽ ഡൈനിങ് ടേബിൾ കാണാം, എത്ര പ്രോപ്പർലിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവൺ ആ വെള്ളം വെക്കണ സെറ്റപ്പ്, ഇവൺ ആ ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങൾ. ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കി കണ്ട ആ കിച്ചൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്. കണ്ടതൊന്നും വളരെയധികം ഓർഡറൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. സോ മൊത്തത്തിൽ തന്നെ വളരെ തിരക്കുണ്ട് ഇവിടെ. സോ എൻ്റെ പൊന്നെ, ഈ ലെമൺ ജ്യൂസ് ഗ്ലാസിൻ്റെ ഒരു വലിപ്പവും ആ ഒരു ഭംഗി, ആ ഒരു ആകൃതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളതിനൊരു സ്ട്രോയിലും കൂടി കുടിക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സോ അതൊരു സ്ട്രോയാണ് ഇതിങ്ങനെ വെക്കുക. സോ മൈ ഗോഡ്, പ്രീമിയം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ തൽക്കാലം നമ്മൾ ഇങ്ങനെ ആ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണ വരെ നമ്മളിങ്ങനെ ലൈം ജ്യൂസ് ഒന്ന് അടിക്കാന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നുമക്കളെ, ജ്യൂസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ജ്യൂസ്. എം ഗ്രിൽ റെസ്റ്റോറൻറ്റിൽ ഇത്ര നല്ലൊരു അനുഭവമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാലിക്കറ്റിലെ നമ്പർ 1 റെസ്റ്റോറൻറ്റ്, ടോപ്പ് എന്ന് പറഞ്ഞ ടോപ്പ്. ഉഷാറിലെ നാരങ്ങ വിളക്ക് ഇവരൊക്കെ എത്ര അടിപൊളിയായിട്ടുണ്ടാക്കി. എസ്പെഷ്യലി ഭയങ്കര ചൂട്. നമ്മൾ ചൂട് സമയത്തൊക്കെ നാരങ്ങയാണ് ഏറ്റവും കുടിക്കാൻ, നാരങ്ങ ജ്യൂസ് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഐ ഓൺലി റെക്കമെൻഡ് ലെമൺ ജ്യൂസ്. പെർഫെക്റ്റ്. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി ഗൈസ്, അത് വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മാളാണ് ഫോക്കസ് മാൾ. സോ ഇവിടെ കേരളത്തിലെ ആദ്യമായി കേരളാസ് ഫസ്റ്റ് മാൾ ഇസ് ഫോക്കസ് മാൾ, വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ കാലിക്കറ്റ്. അടിപൊളി മാളാണ്. അതിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊന്ന് പറയാന്ന് വെച്ചപ്പോൾ ഞാൻ ഒന്ന് പറയാന്ന് വെച്ചു, അതിനോടൊപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
ഇങ്ങനെ ഫുഡിന് വേണ്ടി കാത്തിരിക്കുന്നു. ഫുഡ് വരും 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 എന്നൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്നു. സോ എന്താ പറയാ, വെയിറ്റ് ചെയ്യാലോ, എന്താ പറയാ. അപ്പൊ ഗൈസ്, എന്റെ കസിൻ ജൂലിയുടെ ബർത്ത്ഡേ ആണെന്ന്. സോ ഇപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് കേക്ക് കട്ട് ചെയ്യണം എല്ലാരും കൂടി. ജീവിത പ്രശ്നമുണ്ട് സാറേ, പരിഹരിക്കരുത്. ക്ലാസ് വെച്ചിട്ട് പോയാൽ. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? സെക്കൻഡ് വൺ ഈസ് മാനിക്യൂർ പേഴ്സണൽ ഹിയറിംഗ്. അങ്ങനെ വാഴ 2 കണ്ടു. സെറ്റ് പടം എന്ന് പറഞ്ഞ സെറ്റ് പടം. അപ്പം നിങ്ങൾ സീൻ പോലീസ് ഫോക്കസ് മാൾ കാലിക്കറ്റിൽ വരെ പടം കാണാൻ. അടിപൊളി പടം, ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് അമ്മാരി ക്ലൈമാക്സ്. അപ്പോൾ ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. നല്ല രീതിയിലാവട്ടെ. ഇന്നത്തെ ഒരു വർഷം നല്ല അനുഗ്രഹമുള്ള ഒരു വർഷമായി തീരട്ടെ. അപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി കോഴിക്കോട് വന്നതാണ്. അതിപ്പോൾ നല്ല രീതിയിൽ പോയി. അപ്പോൾ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. സോ നല്ലൊരു അനുഭവമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ ഹാപ്പി ഈസ്റ്റർ ടു എവരിബഡി.